ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കുകളിലൊന്നാണ് എപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കണം എന്നൊക്കെ, അല്ലേ? എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണി ആയിക്കോട്ടെ, ഏതൊരു സ്പിരിച്വൽ ജേർണിയും ആയിക്കോട്ടെ, നമ്മളൊരു സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നർ വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇനിഷ്യലായിട്ട് പോലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളൊരു പക്ഷേ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് അധികം ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോവുകയാണെങ്കിൽ എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഹീലിംഗ് ഒക്കെ തുടങ്ങിക്കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും കാര്യങ്ങളെ. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാണ് കൂടുതലായിട്ടും എന്താ പറയുന്നത്, നമ്മുടെ എനർജി അവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നുമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഈ ആൾ ഇങ്ങനെ ചെയ്ത എന്നോട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ കുറേ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പേഴ്സൺസിൽ നമ്മൾ ഒരു ഹാങ് ഓൺ ആയിട്ട് നിൽക്കുക. അതായത് നമ്മൾ ആ ഒരു എനർജറ്റിക്കൽ കണക്ഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ ഈ ഹീലിംഗ് വർക്കിൻ്റെ കൂടെയെങ്കിൽ, സെയിം കൈൻഡ് ഓഫ് സൈക്കിൾ, അതേപോലത്തെ സൈക്കിൾസ് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ആവും. അതായത് മേ ബി ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നമ്മളുടെ ലൈഫിൽ നിന്ന് പോയി കാണും, നമ്മൾ മിണ്ടുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫൊർഗീവ് ചെയ്തു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം 3D വേൾഡിൽ. എന്നാൽ നമ്മളുടെ തോട്ടാണല്ലോ നമ്മുടെ എനർജി, അല്ലേ? അപ്പോൾ ഈ തോട്ട് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ഈ ഒരു പേഴ്സൺ എന്നോട് ഇങ്ങനെ ചെയ്തുവല്ലോ എന്ന്. അവിടെ ഫൊർഗീവ്നെസ് ശരിക്കും നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു തോട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ മേ ബി ആ പേഴ്സൺ നമ്മുടെ ലൈഫിൽ കാണില്ലായിരിക്കാം. സിമിലർ കൈൻഡ് ഓഫ് വൈബ്രേഷനിലുള്ള ഇനിയൊരു പേഴ്സണിനെ നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അങ്ങനെ ആലോചിക്കുമ്പോൾ. കാരണം നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളുടെ വൈബ്രേഷനെ കുറച്ചൊന്ന് ഹൈ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആങ്സൈറ്റി വരാനുള്ള വളരെ ചാൻസസ് ഉണ്ട്, അല്ലേ? അതായത് നാളെ എന്താവും, അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോൾ എന്താവും, 6 മാസം കഴിയുമ്പം എന്താവും എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഇൻസെക്യൂരിറ്റിയുടെ ഒരു വൈബ്രേഷൻ ആയിരിക്കും നമ്മളിലുള്ളത്. അപ്പോൾ ഈ ഇൻസെക്യൂരിറ്റിയുടെ വൈബ്രേഷൻ നമ്മൾ എന്ത് ചെയ്യും? യൂണിവേഴ്സിലേക്ക് കൊടുക്കും. അപ്പോൾ സെയിം തിങ് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസിൽ നമ്മൾ ആലോചിക്കുമ്പോഴും. മേ ബി ഇപ്പോൾ നമ്മൾക്ക് ഒരു ജോലി ഇല്ലായിരിക്കാം. കാരണം ട്വിൻ ഫ്ലെയിംസിൻ്റെ സ്പെഷ്യലായിട്ടും സ്പിരിച്വൽ അവേക്കനിങ് നടക്കുമ്പോൾ ആദ്യത്തെ പ്രശ്നം വരുന്നത് നമ്മളുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. നമുക്കുള്ള ജോലി നഷ്ടപ്പെടുമായിരിക്കാം, അല്ലെങ്കിൽ ഉള്ള ഒരു വരുമാന മാർഗത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ ഒക്കെ കാര്യങ്ങൾ വരുമായിരിക്കാം. ഇതെല്ലാവരുടെയും കാര്യത്തിലല്ല, എന്നാൽ ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ തന്നെയും പിന്നെയും നമ്മൾ ഇത് തന്നെ ആലോചിക്കുകയാണ്, എനിക്ക് ജോലിയില്ല, എനിക്ക് വരുമാനം എങ്ങനെയാണ് എന്ന് ആലോചിക്കുമ്പോഴൊക്കെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അക്കാര്യങ്ങളെ പിന്നെയും പിന്നെയും മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ കാശ് ചിലവാക്കുമ്പോഴും. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ചിലവാക്കുകയാണ് ആ ഒരു എമൗണ്ട്. അതായത് അത് 10 രൂപയായിരിക്കാം, 100 രൂപയായിരിക്കാം. അവിടെ യൂണിവേഴ്സിനോട് നമ്മൾ താങ്ക് യു പറഞ്ഞുകൊണ്ടായിരിക്കണം ചിലവാക്കേണ്ടത്. അപ്പോഴാണ് ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിൽ നിന്നുമാണ് നമ്മൾ അബൻഡൻസിലേക്ക് വരുന്നത്. അല്ലാതെ നമ്മളവിടെ ഇത്രയും ചിലവാക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പിന്നെ അവിടെ ഒരു ലാക്കിൻ്റെ എനർജിയാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഈ ലാക്കിൻ്റെ എനർജി, ഡിസയറിൻ്റെ എനർജി, എക്സ്പെക്റ്റേഷൻ്റെ എനർജി, ബ്ലേമിങ്ങിൻ്റെ എനർജി, കംപ്ലൈൻറ്റിൻ്റെ എനർജി, ഇതൊക്കെ നമ്മൾ പാസ്റ്റിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇരിക്കുമ്പോൾ യൂണിവേഴ്സിന് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും സെയിം കൈൻഡ് ഓഫ് തിങ്, സെയിം കൈൻഡ് ഓഫ് പാറ്റേൺസിനെ, സെയിം കൈൻഡ് ഓഫ് ജോലികളെ, സെയിം കൈൻഡ് ഓഫ് ആൾക്കാരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാൻ പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരുന്നാൽ എന്താണ് അഡ്വാൻറ്റേജ്? പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾക്കുള്ള ചെറിയ ചെറിയ
കാര്യങ്ങളെ, നമ്മളുടെ അടുത്തുള്ള ചെറിയ ചെറിയ ബ്ലെസ്സിങ്സിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മൾ സെൽഫ് ലവിലിരിക്കാൻ പതുക്കെ പതുക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് വരും. ഈ ഒരു ബ്ലെസ്സിങ്സിനെ നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലേക്ക് വരും നമ്മൾ. അതായത് ഈ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാവണമെന്നില്ല. മേ ബി ഒരു വളരെ ചെറിയ കാര്യമായിരിക്കാം. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ചെറിയ കാര്യം ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം, അതിനായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു എനർജി, ഇങ്ങനെ ഒരു വൈബ്രേഷനിലേക്ക് വരുമ്പോൾ, നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലേക്ക് വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു ഹൈ വൈബ്രേഷനിൽ വന്ന് നമ്മൾ അബണ്ടൻസിൻ്റെ എനർജീനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അബണ്ടൻസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ അത് റിലേഷൻഷിപ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ തിങ്സിലായിരിക്കാം, അല്ലെങ്കിൽ അസറ്റ്സിലായിരിക്കാം, ഏതെങ്കിലും ആയിക്കോട്ടെ. നമ്മളുടെ ഒരു വിഷ് കാണും അല്ലേ? നമ്മളുടെ ഒരു അതായത് ഈ 3D ലൈഫിൽ, മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ വിഷുകൾ കാണും. അതൊക്കെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നമ്മൾക്ക് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് വളരെ ഹെൽപ്ഫുള്ളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും. ഇതേപോലെയാണ് നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ കാര്യത്തിലും. പലപ്പോഴും നമ്മൾ ആ റണ്ണർ ചേസർ ഡൈനമിക് നമുക്ക് ഇനിയും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ, പാസ്റ്റിൽ അവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങ് ക്ലിങ് ചെയ്ത് നിൽക്കും. അതായത് അവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു, അവർ ചീറ്റ് ചെയ്തു, അവർ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നൊക്കെയും പറഞ്ഞ്. അപ്പോൾ പിന്നെയും നമ്മൾ സെയിം കൈൻഡ് ഓഫ് തിങ് ഈ ഒരു കണക്ഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളവിടെ ഹീലാവുന്നില്ല, നമ്മളവിടെ മനസ്സിലാക്കുന്നില്ല അവർ ചെയ്ത് കാണിച്ച കാര്യങ്ങളൊക്കെയും നമ്മളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള വൂൺസ് ആണ്. അതിനെ അവർ സർഫേസിൽ കൊണ്ടുവരിക മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ പാസ്റ്റിൽ നിൽക്കും. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ എൻ്റെ ട്വിൻ ഫ്ലെയിമുമായിട്ട് റിയൂണിയൻ നടക്കുമോ അല്ലെങ്കിൽ യൂണിയൻ നടക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ ഒരു സെപ്പറേഷൻ കോൺഷ്യസ്നെസ് ആണ് നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്നത്. അതായത് എപ്പോഴാണോ നമ്മൾ നമ്മളും നമ്മളുടെ കൗണ്ടർ പാർട്ടും രണ്ടാണ് എന്ന് ആലോചിക്കുന്നത്, അപ്പോഴാണ് യൂണിയൻ നടക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ? ഓൾറെഡി ആ ഒരാത്മാവാണ് യൂണിയനിലാണ്, ആത്മാവ് യൂണിയനിലാണ്. ആത്മാവ് രണ്ടുപേരുടെ ഉള്ളിലും ഉള്ളത് സെയിം എനർജറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ സെയിം തിങ് ആണ്. എപ്പോഴാണ് നമ്മൾ ആ ഒരു യൂണിയൻ കോൺഷ്യസ്നെസ്സിൽ വരുന്നത്, അപ്പോൾ യൂണിയൻ കോൺഷ്യസ്നെസ്സിലുണ്ട് ആണെങ്കിൽ നാളെ എന്താവും എന്നുള്ള പേടിയില്ല നമുക്ക്, ഓൾറെഡി നമ്മളുടെ അടുത്തുണ്ട്. അപ്പം സെയിം വൈബ്രേഷൻ നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്നു. അതായത് ഞാൻ എൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ കൂടെ തന്നെയാണ്, എൻ്റെ കൗണ്ടർ പാർട്ട് എൻ്റെ കൂടെ ഓൾറെഡി ഉണ്ട് എന്നുള്ള ആ ഒരു വൈബ്രേഷൻ നമ്മൾ സെൻഡ് ചെയ്യുമ്പം നമുക്ക് ഈ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾക്ക് അധികമായിട്ട് ആങ്സൈറ്റി ഇഷ്യൂസ് വരാറില്ല. അവരൊരു സെപ്പറേറ്റഡ് ആണെന്നുള്ള ഒരു കാര്യം വരാറില്ല. അപ്പോൾ ആ ഒരു വൺനെസ്സിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താണ് ശരിക്കും എടുക്കുന്നത്. അപ്പം ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമ്മൾക്ക് ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് യൂണിവേഴ്സ് തരുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പാസ്റ്റിലെ വൂൺസ് സർഫേസിൽ വരാറുണ്ട്. ആ സർഫേസിൽ വരുമ്പോൾ അതിനെ ഹീൽ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക, അത് മാത്രമാണ് ചെയ്യേണ്ടത്. അതിലേക്ക് നമ്മൾ നമ്മളുടെ എനർജിയും ഇമോഷൻസും ഫീലിങ്സും കൊടുത്ത് കൂടുതലായിട്ട് തിങ്ക് ചെയ്ത് ആ പാറ്റേൺ നമ്മൾ ഒരിക്കലും നമ്മളുടെ കറൻറ്റ് ലൈഫിലേക്ക് എടുക്കരുത്. അതായത് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് എടുത്ത് അത് പിന്നെയും ഫ്യൂച്ചറിനെ ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. 17-ാം തീയതി തൊട്ട് ഹീലിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് 4 days ഉണ്ട്, 17 to 20th ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അവൈലബിൾ ആണ്. ഇതല്ലാതെ കൗൺസിലിംഗ് സെഷൻസിനായിട്ടും ഹീലിംഗ് സെഷൻസിനായിട്ടും റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ടും വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.